കൊല്ലം സുധിക്ക് കൊടുത്ത വീടാ പോലും പറഞ്ഞ് സുധീന്റെ മറ്റേ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കട്ടിൻ്റെ അടിയിലേക്ക് തള്ളിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇന്നലെ കൊല്ലം സുധീന്റെ മൂത്ത മകനുണ്ടല്ലോ കിച്ചു, അവന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോയിൽ കാണുമ്പോൾ അതായത് കൊല്ലം സുധിക്ക് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാനില്ല ഇപ്പോൾ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കട്ടിൻ്റെ അടിയിലേക്ക് താത്തി വെച്ചിട്ട് ഇപ്പൊ നമ്മൾ രേണു സുധിക്ക് കിട്ടിയ കുറേ ഷീൽഡുകളുണ്ട്, അത് മാത്രമാണ് ഇപ്പോൾ അവിടെ കാണുന്നത് എന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോയും കൂടി ഉണ്ടാവില്ല. അതാണ് നമുക്കറിയാലോ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കൊല്ലം സുധിയോട് വല്ല താല്പര്യമൊന്നും ഇവർക്കില്ല, അതുപോലെ തന്നെ വലിയ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം രേണു ആലോചിക്കണം, ആ ഒരു പാവം മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ മനുഷ്യ സ്നേഹികൾ. അതായത് നിങ്ങൾക്ക് സ്ഥലം തന്നു, വീട് വെച്ച് തന്നു, അവിടെയുള്ള ഒരു മുട്ടുസൂചി വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, നിങ്ങൾക്ക് ദാനം കിട്ടിയതാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്നിട്ടും ആ വീട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മോനെ, കാരണം ഇതാണ് പറയുന്നത്, വെറുതെ കിട്ടിയ സാധനത്തിന് വില ഉണ്ടാവില്ലടോ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചൂടുണ്ടാവുള്ളൂ. ഇത് ഏതോ ഒരുത്തൻ തന്ന്, ആരൊക്കെയോ തന്ന ഇത്, അതിനെന്തിന് ഇത്ര വില? അതുകൊണ്ടല്ലേ ഇങ്ങനെ ചാട വക്കടി ഇങ്ങനെ ഇരിക്കുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് ആ മകൻ വന്നിട്ട് ഇത് എടുത്തിട്ട് നാട്ടുകാരൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി അവിടുന്ന്. അത്രയും വളരെ മോശമായിരുന്നു. അതായത് രേണു ഭയങ്കരമായിട്ട് സുധിച്ചേട്ടൻ്റെ സ്നേഹത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചു എൻ്റെ മകനാണ്, കിച്ചുവാണ്, കിച്ചുവിനും അതുപോലെ തന്നെ എൻ്റെ ഋതുക്കുട്ടനും വേണ്ടിയിട്ടാണ് ആ വീട് എന്നൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ആ പയ്യൻ വന്നപ്പോൾ ഒരു അനാഥത്വം, അതായത് ആ പയ്യൻ അവിടെ എന്തോ ഒരു സ്ഥാനമില്ല, അവൻ ഏതോ ഒരു സ്ഥലത്ത് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾ കണ്ടോക്ക്, നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഏതോ ഒരു സ്ഥലത്തിങ്ങനെ വന്ന് അതുപോലെ തന്നെ എന്തോ ഒരു വീട്ടിലൊരു മൊത്തത്തിലൊരു ആരും അറിയാത്തതുപോലെ. പിന്നെ മറ്റൊരു കാര്യം, അവിടെ സ്ത്രീകളൊക്കെ ഉണ്ട്, അവിടെ വേറെ ആൾക്കാരും താമസമുണ്ട്. അപ്പോൾ കൊല്ലം സുധിക്കും പിന്നെ അയാളുടെ മകനും താമസിക്കാനാണ് കൊടുത്തതെങ്കിലും ഇപ്പോഴവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അംഗങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അംഗങ്ങൾ ഉണ്ടായിക്കോട്ടെ, കാരണം ബന്ധുക്കളായാലും ആരായാലും അവിടെ താമസിച്ചോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു മാന്യത വേണ്ടേ? കൊല്ലസുധീൻ്റെ ഒരു സ്മാരകമല്ലേ അത്? ആ കൊല്ലസുധീൻ്റെ സ്മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ സുധീനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അയ്യോ ഇത് കൊല്ലസുധീൻ്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുമ്പോഴേ അയാളുടെ ഒരു സ്മാരകമല്ലേ, അയാൾക്ക് കിട്ടിയ ട്രോഫിയൊക്കെ ഇങ്ങനെ വലിച്ചെറിയാൻ പാടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, എന്താണ് നിങ്ങളുടെ പ്രശ്നം അവിടുന്ന്? ഈ കൊല്ലസുധിയുടെ ഫോട്ടോ പോലും ഇനി അവിടെ വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോ വരെ എടുത്തിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവെക്കും, അതായിരിക്കും ഉണ്ടാവുക. കാരണം അതാണ്, അതുപോലെയുള്ള കോലമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് വലിയ എന്താ പറയേണ്ടത് ഇൻ്റർവ്യൂവും കാര്യങ്ങളിലൊക്കെ വന്നിട്ട് സ്നേഹത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭയങ്കരമായിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ് മക്കളെ, കള്ളത്തരമാണ്. അതായത് ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കനോട് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവനവിടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കത്തില്ലേ? ഇന്നലെ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ്റേതായിട്ടുള്ളതൊന്നും അവിടെ ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എങ്ങാനും ഉണ്ട്, വേറെ ഒന്നുമില്ല. ഈ ചെറുക്കൻ്റേതായിട്ട് അവിടെ ഒന്നും കാണാനില്ല അവിടുന്ന്. അതാണ് ഞാൻ പറയുന്നത്. ഈ പിന്നെ വീട് എടുത്തു കൊടുത്തവർക്കും അതുപോലെ ഈ സ്ഥലം കൊടുത്തവർക്കും അവിടെ ഒരുപാട് ജോലികൾ ചെയ്തവരും പിന്നെ എന്ന് പറഞ്ഞാൽ വയറിംഗ് അടക്കം നമ്മളൊക്കെ അന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഫിറോസ് എന്ന് പറയുന്ന ഒരു ടീമാണ് ആ വീടൊക്കെ എടുത്തു കൊടുത്തത്. അവർ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്, നാളെ വയറിംഗ് ഉണ്ട്, ആർക്കെങ്കിലും ചെയ്യാൻ കഴിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണ്. പക്ഷേ രേണു സുധിക്കില്ലേ, അതിനോട് യാതൊരു താല്പര്യവുമില്ല. അതായത് ആ വീടിനോടും താല്പര്യമില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടിയതാണെന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുധിക്ക് എനിക്ക് തോന്നുന്നത് കൊച്ചിയിലേക്ക് താമസം മാറ്റേണ്ടി വരും. അപ്പോഴേ ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമുക്കങ്ങനെ കൊല്ലം സുധിച്ചേട്ടനെ മറന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കത്തില്ലല്ലോ. ഇതിപ്പോഴും ആ ചെറുക്കൻ്റെ ഒരു വ്ളോഗ് കണ്ടപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിന്, കഴിഞ്ഞ പ്രാവശ്യം ആ പെരേരയും മറ്റേ ടീമും വന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോയതിന് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു കാണുമ്പോഴേ ആദ്യമുള്ള കുറച്ച് കണ്ണീരും കാര്യങ്ങളും അല്ലാതെ ഈ സ്ത്രീക്ക് വേറെ ഒരു ഇതുമില്ല. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലസുധിയെ മറക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിനാ, അത് എന്തിനാണ് സുധി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതായത് എനിക്ക് വീട്ടുകാരില്ല അല്ലെങ്കിൽ ബന്ധുക്കളില്ല എന്നൊക്കെ ഒരു പ്രാവശ്യം സുധി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് സുധി അങ്ങനെ പറഞ്ഞത്? ഇപ്പോഴാ ചെറുക്കൻ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സുധീൻ്റെ വീട്ടിലാണ്, സുധീൻ്റെ അമ്മയുടെ കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മളെ ആദ്യം ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും സ്നേഹമുള്ള അമ്മയുണ്ട്, അതുപോലെ തന്നെ സഹോദരൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ ഈ പിന്നെ കൊല്ലം സുധി ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ അവരെയൊക്കെ തള്ളിപ്പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പല വീഡിയോസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു പലരെ പറ്റിയോ പറയാറില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണുവിൻ്റെ ആ ഒരു കെണിയിൽ വീണുപോയി. അതായത് രേണുവിൻ്റെ സ്നേഹ അഭിനയത്തിൻ്റെ മുന്നിൽ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, വേറെ ആരെയും നിങ്ങൾ സ്നേഹിക്കരുത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആദ്യത്തെ ഭാര്യ പോയതിന് ശേഷം തന്നെ വേറൊരു കല്യാണം കഴിച്ചിരുന്നു. ആ കല്യാണം കഴിച്ച് താമസിക്കുമ്പോഴാണ് രേണുസുധീൻ്റെ മെസ്സേജുകൾ വരുന്നതും അങ്ങനെ ആ ഭാര്യയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് രേണുസുധിയെ കല്യാണം കഴിച്ചതും എന്നൊക്കെയുള്ള കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനെതിരെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാര്യ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് രേണുവിൻ്റെ നിർബന്ധം കൊണ്ടാണ് വീട്ടുകാരെല്ലാം ഒഴിവാക്കിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവാണ് ഈ സുധി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അയാളെ പള്ളിയിലാണ് അടക്കിയത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഒരു തട്ടിപ്പാണെന്നാണ് പറയുന്നത്. അതായത് ഈ പിന്നെ കൊല്ലസുധിയെ മൊത്തത്തിൽ ആരും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിങ് പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഭയവും ഇതൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കിച്ചു എന്ന് പറയുന്ന, അതായത് ഈ സുധീൻ്റെ മൂത്ത മകന് അവനും കൂടി അവകാശപ്പെട്ടൊരു വീടാണത്. ആ ഒരു വീടാണ് ഇത്രയും വൃത്തികേടായ രീതിയിൽ ഇത്രയും മോശപ്പെട്ട ഒരവസ്ഥയിൽ കാണുമ്പോഴില്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ചങ്കിടിച്ചു പോയി എന്നുള്ളതാണ്. അതായത് ഒരു കലാകാരനും കിട്ടാത്ത സ്നേഹമാണ് കൊല്ലം സുധിക്ക് കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പോലും ചീത്തയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ രേണു പെരുമാറുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും ആ വീട് അവിടെയുള്ള ആൾക്കാരോടെങ്കിലും ഒന്ന് പറയാ, ഒന്ന് ഇത് ക്ലീനാക്കി വെക്കണേ, ഇതെൻ്റെ സുധിച്ചേട്ടനാ, ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ സുധിച്ചേട്ടനാണ് ഇതിൻ്റെ പഴി കേൾക്കേണ്ടി വരിക, അതുകൊണ്ട് അയാളുടെ ഒരു സ്മാരകമാണിത്, ഇതൊന്ന് നല്ല റെഡിക്ക് വെക്കണേന്ന് പറയാലോ. എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെ. കൃത്യമായി പറഞ്ഞാൽ രേണു സുധി ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് സുധീനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോഴെന്ന് പറയുന്നത് ഏതൊരു ഷോയിലേക്ക് കയറാനാണ് പോകുന്നതെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ സുധിയെ വേണ്ടി വരില്ല. സുധീൻ്റെ ഒരു സാധനവും അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ചെറുക്കനോട് പറയാനുള്ളത്, എൻ്റെ മോനെ, നിൻ്റെ അച്ഛൻ അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വേദിയിൽ കയ്യടി നേടിയിട്ടുണ്ടായ ഒരു ഇതാണ്, അദ്ദേഹത്തിൻ്റെ വീടാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനിട്ട പുരസ്കാരമാണ്. അത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് രേണു സുധിക്ക് നെഗറ്റീവിന് കിട്ടിയ ട്രോഫി അല്ല അവിടെ വെക്കേണ്ടത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. ഇതെന്ന് പറയുന്ന ആ പയ്യൻ്റെ അച്ഛൻ്റെ, അതായത് കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ്റെ സ്മാരകമാണ്. അവിടെ വെക്കേണ്ടത് അയാളുടെ ട്രോഫിയാണ്, അയാളുടെ ആ ഒരു നന്മയ്ക്ക് കിട്ടിയ ട്രോഫിയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി എന്തെങ്കിലും വളവള വിളിച്ചു പറഞ്ഞ് പല കോപ്രായത്തരങ്ങളും കാണിച്ച്, അയ്യോ ഇന്നൊക്കെയുള്ള ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇവരെന്താണ് കാണിക്കുന്നതെന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള എന്താ വെച്ചാൽ, കോപ്രായത്തിന് കിട്ടിയ ട്രോഫി അല്ല അവിടെ വെക്കേണ്ടത്. കൊല്ലസുധി എന്ന് പറയുന്ന കലാകാരന്, ജനങ്ങൾ അംഗീകരിച്ച കലാകാരന് കിട്ടിയ ട്രോഫിയാണ് അവിടെ വെക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിലും നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ വീടിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ ഒന്ന് കാണട്ടെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ലൈക്ക്, ഒരു ഷെയർ. ബൈ ബൈ.